ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ വിശുദ്ധ നോമ്പിന്റെ 10ാം ദിനത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിനയത്തിന്റെ മാതൃക, ദ മോഡൽ ഓഫ് ഹ്യൂമിലിറ്റി എന്നതാണ്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവപുത്രൻ തന്നെത്താൻ താഴ്ത്തി ദാസന്റെ വേഷം പൂണ്ടതും ഗുരുവും കർത്താവുമായവൻ തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതും നമ്മെ സ്വർഗരാജ്യത്തിലെ വിനയം പഠിപ്പിക്കാനായിരുന്നു. എന്നാൽ പൊടിയും ചാരവുമാകുന്ന നാം നമ്മുടെ സഹോദരങ്ങളുടെ രക്ഷയ്ക്കായിട്ട് നമ്മെ തന്നെ താഴ്ത്തുവാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ കഴിയുന്നില്ല. സൗമ്യനും മനോവിനയമുള്ളവനുമായ യേശുവിൻ്റെ ദൃഷ്ടാന്തം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കണം. നിത്യപിതാവായ കർത്താവ് ബെത്ലഹേം പശുത്തൊട്ടിയിൽ വെളിപ്പെട്ടതായ യേശുവിൻ്റെ താഴ്മ എത്ര മനോഹരം! സ്വർഗസേനകളിൽ ശുശ്രൂഷിക്കപ്പെട്ടവനായിരുന്നിട്ടും ഹീനപാപികളെ ശുശ്രൂഷിക്കുവാൻ വന്നതിനുള്ള യേശു കർത്താവിൻ്റെ താഴ്മയെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. താഴ്മയുള്ള ദൃഷ്ടാന്തമായി നമ്മെ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് സൗമ്യനും താഴ്മയുള്ളവനും ആകുവാനാണ്. ഇത് നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനുമാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. വാനം പിളർന്ന് ദൈവാത്മാവ് പ്രാവരൂപത്തിൽ അവൻ്റെ മേൽ ആവസിച്ചത് യേശുക്രിസ്തുവിന് സൗമ്യതയുടെ അത്യന്ത വലിപ്പമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പീലാത്തോസിന്റെ ന്യായാസനത്തിൽ വെച്ച് തൻ്റെ മേൽ ചുമത്തുന്ന കളവായ കുറ്റങ്ങളെല്ലാം മൗനം പൂണ്ടു നിൽക്കുന്നതായ യേശുക്രിസ്തുവിന്റെ സൗമ്യതയെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നു. പാപികളായ നമുക്ക് വേണ്ടി ഗേത്ശേമന മുതൽ തലയോടിടം വരെ ശത്രുക്കളിൽ നിന്നുണ്ടായ ഉപദ്രവങ്ങൾ എല്ലാം സഹിച്ചതിനുള്ള അവൻ്റെ താഴ്മ എത്ര അത്ഭുതകരം! സ്വർഗരാജ്യത്തിന്റെ അവകാശി തന്നെത്താൻ താഴ്ത്തുന്നവനാണ്. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്നാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ അനുയായികളായ നമ്മൾ ക്രിസ്തു വിളങ്ങിയതായ മാതൃകകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിന്തുടരേണ്ടതാണ്. ക്രൈസ്തവ ജീവിതയാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൃതശുദ്ധിയുടെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ചിന്തകൾ നമ്മളെ പഠിപ്പിക്കുന്നത് വിനയത്തിൻ്റെ അല്ലെങ്കിൽ താഴ്മയുടെ വാഹകരായി മാറുക എന്നുള്ളതാണ്. ഈ സ്വർഗീയ താഴ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.